അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ വേറൊന്നും കൊണ്ടല്ല, ഈ പെയിന്റ് ബക്കറ്റിന്റെ അടുപ്പ് കൊണ്ടാട്ടോ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടണമല്ലോ. എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് വളരെ അധികം ക്ഷമമാണ്. അതുകൊണ്ട് റെയറായിട്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് എന്ത് ചെയ്യും എന്ന് ഞാൻ തലകുത്തി നിന്ന് ആലോചിച്ചു. സാധനം എൻ്റെ തലയെ കത്തിയതാട്ടോ ഈ ഒരു ഐഡിയ. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു വാൾ ഡെക്കർ തന്നെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. വളരെ മിനിമലായിട്ടൊരു പരിപാടിക്കായിട്ട് ഞാൻ ഇറങ്ങിയത്. ചെയ്തു തുടങ്ങിയപ്പോൾ അവിടെ ഒരു പെർഫെക്ഷൻ ഒന്നുമില്ലെങ്കിലും ഐ വാസ് എൻജോയിങ് ഇറ്റ്. മര്യാദയ്ക്ക് പെയിൻറ് ബ്രഷ് പിടിക്കാൻ പോലും എനിക്കറിയത്തില്ല. എന്നിട്ടാണ് ഞാൻ ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോ ഓഫാക്കി വെച്ചത് പകുതി വരച്ച്. എന്നിട്ടും പകുതിയും കൊളായിപ്പോയി എന്നുള്ളതാണ് സത്യം. പിന്നെ ചെയ്തിട്ട് എൻ്റെ റൂമിൽ തന്നെ വെക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളൊക്കെ തന്നെ ചെയ്യാം. പെയിൻറ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ചെയ്യാൻ ബ്രഷിനെക്കാളും എന്തുകൊണ്ട് അടിപൊളി മാർക്കറാട്ടോ. അതാകുമ്പോൾ എളുപ്പമാണ്. എൻ്റെ കയ്യിൽ അങ്ങനത്തെ മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ടോ ഞാൻ പെയിൻറ് യൂസ് ചെയ്ത്. അതിനിടയ്ക്ക് ഈ പെയിൻറ് ബക്കറ്റിൻ്റെ ബോർഡറിനുണ്ടല്ലോ, ഞാൻ ഗോൾഡൻ കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ സ്പേസ് ബ്ലാങ്ക് ആയി പോയപ്പോൾ ഇവിടെ കുറച്ച് ഡിസൈനൊക്കെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചാനലിൻ്റെ പേരിലും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.